ആരോഗ്യമന്ത്രി DMOയുടെ റിപ്പോർട്ട് തള്ളിയെന്നും പറഞ്ഞ് വാർത്ത ഞാനും കണ്ടായിരുന്നു. മന്ത്രി അങ്ങനെ ഒരു പുതിയ കാര്യം സ്വീകരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. മറ്റെന്താ, എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം ഇതിന്. ഇനിയിപ്പോൾ അങ്ങനെ ന്യായമായിട്ട് ഇത് സൂചി എടുത്ത് കളഞ്ഞ് നമ്മളെ ഇനിയും ജീവിക്കാൻ അനുവദിക്കണമെന്നും പറഞ്ഞ് നമ്മൾ MLA ആവശ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ തിരുത്തി സത്യസന്ധമായ കാര്യം തിരുത്തി കൊണ്ടുവന്ന് നമ്മൾ ഗവൺമെൻറ്റിനെ എന്തോ ചെയ്യാൻ ഒരുങ്ങുന്ന പോലെയല്ലേ അവരിപ്പം വന്നിരിക്കുന്നത്. ആരോഗ്യമന്ത്രി DMOയുടെ റിപ്പോർട്ട് തള്ളിയെന്നും പറഞ്ഞ്. ഷിജോ കുര്യനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഷിജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിന് ഇരയായിട്ടുള്ള വത്സല ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഈ വത്സല വീട്ടിൽ വന്ന് DMOയുടെ ഒരു സംഘം വന്ന് പരിശോധന നടത്തുകയും വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ആരോഗ്യമന്ത്രി K മുരളീധരന് DMO സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് കുത്തിവെപ്പിന് ഉപയോഗിക്കുന്ന സൂചി തന്നെയാണ് വത്സലയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയത്. അത് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തിട്ടില്ല, ഒരു ഭാഗം മാത്രമാണ് പുറത്തെടുക്കാനായത്, ബാക്കി ഇപ്പോഴും ശരീരത്തിനകത്തുണ്ട്. പക്ഷേ അപ്പോഴും ആ സൂചി കുത്തിവെപ്പിന് ഉപയോഗിക്കുന്നതാണെന്ന് പറയുമ്പോഴും അത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുടുങ്ങിയതാണെന്നോ അതല്ല എങ്കിൽ അവിടുത്തെ ഡോക്ടർമാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പിഴവ് സംഭവിച്ചോ എന്നുള്ള കാര്യമോ റിപ്പോർട്ടിലില്ല. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് ആരോഗ്യമന്ത്രി K മുരളീധരൻ തള്ളുകയും ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള കാര്യമാണ് K മുരളീധരൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ K മുരളീധരൻ ആരോഗ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ്. ചികിത്സാ പിഴവിന് ഇരയായിട്ടുള്ള വത്സല, അത് മന്ത്രി അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് അങ്ങേയറ്റം നല്ല കാര്യമാണ്. അതിനെ താൻ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു എന്ന് വത്സല പറയുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം വത്സല പറയുന്നത്, തനിക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം വേണം. തന്നെ കൊല്ലാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ ആശുപത്രിയിലെ ജീവനക്കാർ സൂചി തന്റെ ശരീരത്തിൽ കുത്തിയൊടിച്ച് വെച്ചത് എന്നുള്ള ചോദ്യം വത്സല ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ നൽകണം. ആശുപത്രി സർക്കാരിൻ്റെതാണല്ലോ, അപ്പോൾ നഷ്ടപരിഹാരം വേണമെന്നുള്ള ആവശ്യം കൂടി വത്സല ഉന്നയിക്കുന്നുണ്ട്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.